ഞാനിപ്പോൾ ഉള്ളത് തൃത്താലയിലാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും തീ പാറുന്ന മത്സരം നടക്കുന്ന തൃത്താല മണ്ഡലത്തിലാണ് ഞാനുള്ളത്. നമുക്കൊപ്പം LDF സ്ഥാനാർത്ഥി MP രാജേഷ് ചേരുകയാണ്. MPR വരുന്ന വഴി മുഴുവൻ MPR ആണ്. ജനഹൃദയങ്ങളിലും അതുപോലെ MPR ആണോ? തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ വ്യക്തമാവും. തൃത്താല ഹാപ്പിയാണ് എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഒരു വ്യക്തി എന്നുള്ളതല്ല, തൃത്താലയെ ഹാപ്പിയാക്കിയത് LDF സർക്കാരാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട്. ആ LDF സർക്കാരിലെ മന്ത്രി, തൃത്താലയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനും ഹാപ്പിയാണ്, തൃത്താലയും ഹാപ്പിയാണ്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം മുന്നിലാണ്, വളരെ മുന്നിലാണ്. അപ്പോൾ ആ ഹാപ്പിനെസ്സിന് അപ്പുറം തൃത്താലയ്ക്ക് ഹാപ്പിനെസ് എങ്ങനെ കിട്ടി? അതായത് തൃത്താല വളരെ വളരെ ഗ്രാമീണമായ പിന്നാക്കമായി നിന്നൊരു ഒരു മണ്ഡലമായിരുന്നു. ഒരു 19 കൊല്ലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തൃത്താലയ്ക്ക് സ്വപ്നമായിരുന്നു. അതെല്ലാം ഈ 5 വർഷം കൊണ്ട് നടന്നു. ഇപ്പോൾ നിങ്ങൾ പോയാൽ കാണാം, ഭാരതപ്പുഴയ്ക്ക് കുറുകെ കാങ്കക്കടവിൽ ഒരു പാലം. ഈ സർക്കാരിൻ്റെ കാലത്ത് ഭരണാനുമതി കിട്ടി, ഈ സർക്കാരിൻ്റെ കാലത്ത് കല്ലിട്ട്, ഈ സർക്കാരിൻ്റെ കാലത്ത് പാലം പണി പൂർത്തിയായി. കേരളത്തിൽ അങ്ങനെ വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ മറ്റേ കൂട്ടക്കടവ് റെഗുലേറ്റർ, അതുപോലെ തന്നെയാണ് നമ്മുടെ റെയിൽവേ മേൽപ്പാലം പരിദൂരിലെ സുശീലപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 50 കൊല്ലത്തെ ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ വോട്ട് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ 45 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മേൽപ്പാലത്തിന് വേണ്ടിയിട്ട് ശരിയാക്കി തരുമെന്ന് വെച്ച് ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ മറ്റേ ITI ഞാൻ പത്രം വായിക്കാൻ തുടങ്ങിയ കാലത്ത് കേൾക്കാൻ തുടങ്ങിയതാണ്, തൃത്താലയിൽ ITI അനുവദിക്കണം എന്നുള്ള ആവശ്യം. പിന്നെ ഞാൻ SFIയുടെയൊക്കെ പ്രവർത്തകനായ സമയത്ത് ഞാൻ പ്രമേയം എഴുതിയിട്ടുണ്ട്, തൃത്താലയിൽ ITI അനുവദിക്കുക ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ. ഒടുവിൽ കഴിഞ്ഞ വർഷമാണ് അത് യാഥാർത്ഥ്യമായത്. അതിനു പുറമെ റോഡുകൾ, ഇപ്പോൾ കഴിഞ്ഞ തവണ MLA ആയപ്പോൾ എനിക്ക് ഈ പാരമ്പര്യമായി കൈമാറി കിട്ടിയത് പൊട്ടിപ്പാളീസായ റോഡുകളായിരുന്നു. ഇന്ന് റോഡുകളൊക്കെ നിങ്ങൾ പോയില്ലേ, സഞ്ചരിച്ചില്ലേ, എന്ത് മാറ്റാണ് റോഡുകൾക്ക് വന്നതെന്നുള്ളത്. മുഴുവൻ PWD റോഡിനും ഫണ്ട് വെച്ചു. 15 എണ്ണത്തിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. 10 എണ്ണത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 4 എണ്ണം ഇപ്പോൾ തുടങ്ങും. 241 ഗ്രാമീണ റോഡുകൾ ഉണ്ടാക്കി. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ സ്റ്റേഡിയം, കരണപ്പുറയിലെ സ്റ്റേഡിയം, ഗാലറി, ചുറ്റും നടപ്പാത, പിന്നെ ഓപ്പൺ ജിംനേഷ്യം, വ്യായാമം ചെയ്യാൻ 1 അല്ല 4 ഓപ്പൺ ജിംനേഷ്യം തൃത്താലയിൽ ആരംഭിച്ചിട്ടുണ്ട്. തൃത്താല ഗവൺമെൻറ് ആസ്പത്രി ഉണ്ട്, ഇവിടുന്ന് അധികം ദൂരമില്ല. 1937 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും 10 വർഷം മുമ്പ് ഉണ്ടാക്കിയ കെട്ടിടമായിരുന്നു. ഇപ്പോഴാണ് അവിടെ ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കിയത്. ഒന്ന് പോയി കണ്ടു നോക്കൂ. 26,000 സ്ക്വയർ ഫീറ്റുള്ള വലിയ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം അവിടെ സാധ്യമാക്കി. ഇങ്ങനെ 2764 ആൾക്കാണ് പട്ടയം കൊടുത്തത് ഈ 5 കൊല്ലം കൊണ്ട്. അപ്പോൾ തൃത്താല ഹാപ്പി ആവാൻ ഇതൊക്കെ പോരെ. അതിന് പുറമെ ഞങ്ങളുടെ സരസ്മേളയുണ്ട്. സരസ്മേള ലക്ഷക്കണക്കിന് ആളുകൾ 10 ദിവസം കൊണ്ട് വന്നു പോയ സ്ഥലമാണ്. തൃത്താല കണ്ട ഏറ്റവും വലിയ ആഘോഷം, അതെ, ഏറ്റവും വലിയ ആഘോഷമാണ് സരസ്മേള. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എത്ര ആൾ വന്നിട്ട് ഒരു അലോസരം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് തൃത്താല സന്തോഷിപ്പിക്കുന്ന കാര്യം. ഇവിടെ ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടതാണ്, കാര്യം നടക്കണമെങ്കിൽ MPR വേണം എന്ന് പറയുന്നു. അങ്ങനെ തൃത്താലക്കാരുടെ കാര്യം നിറവേറ്റണമെങ്കിൽ MPRന്റെ തുടർച്ച ഇവിടെ അനിവാര്യമാണ് എന്നതാണോ? അല്ല, കാര്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പറയുന്നത്. ഇത്രയും കാലം ചെയ്യാതിരുന്ന ഈ കാര്യങ്ങളെല്ലാം ഇപ്പം നടന്നു. നോക്കൂ, ഇതിൽ തൃത്താലയിൽ നിന്നുണ്ടാകുന്ന ആദ്യത്തെ മന്ത്രി ഞാനല്ല, ഞാൻ 4ാമത്തെ മന്ത്രി മാത്രമാണ്. ഇതിനു മുമ്പ് 3 മന്ത്രിമാരുണ്ടായിരുന്നു. ആ 3 മന്ത്രിമാരുണ്ടായിട്ടും ഈ 50 കൊല്ലത്തോളം പഴക്കമുള്ള ആവശ്യങ്ങൾ പലതും നടന്നില്ല. ഇപ്പോൾ ഇത് നടന്നു. അപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, FBയിലിട്ട കല്ലല്ല, കിഫ്ബിയിൽ കിട്ടിയ ഫണ്ടാണ് തൃത്താലയെ മാറ്റിയത് എന്നുള്ളതാണ്. അതാണ് ഈ 5 കൊല്ലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന് മുമ്പ് ക്യാപ്ഷൻസ് ഒക്കെ MPR തന്നെ ഉണ്ടാക്കണതാണോ? അല്ല, ഞാൻ നിങ്ങളൊക്കെ ആയിട്ട് കുറെ കാലത്തെ സഹവാസം ഉള്ള ഒരാളാണല്ലോ. നിങ്ങൾക്ക് മറുപടി പറഞ്ഞ് ശീലമായ ഒരാളാണല്ലോ. അതിന് നിങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു, മാധ്യമപ്രവർത്തകരോട്. കാരണം അപ്പൊ ഓരോന്ന് വരണ്ടേ. എന്തായാലും ഈ നമ്മളുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഈ പോരാട്ടം മുഴുവൻ നോക്കുമ്പോൾ അവിടെ അനാരോഗ്യകരമായിട്ടുള്ള ഡിസ്കഷൻസ് പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡിയിൽ ഉൾപ്പെടെയുള്ള മറ്റ് വർഗീയതയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, ഞങ്ങൾ ഗുരുവായൂരിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ വർഗീയതയൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ ആദ്യം മുതൽ തന്നെ വികസനം എന്ന് പറഞ്ഞ ഒരു ചർച്ച തുടങ്ങി വെച്ചത് MPR ആണ്. അതൊരു ആത്മവിശ്വാസമാണ്. സാധാരണ നമ്മളൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ട് ആരും കാണാതെ വെക്കാറാണ് പതിവ്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നിൽ വെച്ചിട്ട് വരൂ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് വിളിച്ച ആത്മവിശ്വാസം അതെവിടെ കിട്ടി? അത് ചെയ്തതുകൊണ്ട് വർക്ക് ചെയ്തതിൻ്റെ ആത്മവിശ്വാസമാണ്. 5 കൊല്ലം ജനങ്ങളെ ഏൽപ്പിച്ച ജോലി അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് ചെയ്തതിൻ്റെ ആത്മവിശ്വാസമാണ് തൃത്താല ഹാപ്പിയാണ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കാൻ ധൈര്യം നൽകുന്നത്. അതോടൊപ്പം ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വെക്കാനും
വരൂ, എൻ്റെ 5 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും നിങ്ങളുടെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും തമ്മിൽ നമുക്ക് താരതമ്യമാവാം എന്ന് വിടാതെ പിന്തുടർന്ന് പറയാനും ആത്മവിശ്വാസം നൽകിയത്. മാർച്ച് 15-നാണ് ഞാൻ ആദ്യം വിളിച്ചത്. വളരെ വിനീതമായിട്ടാണ് ക്ഷണിച്ചത്, വെല്ലുവിളിയൊന്നും ആയിട്ടായിരുന്നില്ല. സംവാദം നടക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. വെല്ലുവിളിക്കാൻ പോയാൽ അതൊരു പ്രകോപനമാവരുത് എന്നതുകൊണ്ട് ഞാൻ അതിനൊന്നും പോയില്ല. അദ്ദേഹം പ്രതികരിച്ചില്ല. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടു, 24 മണിക്കൂറായി ഞാൻ കാത്തിരിക്കുകയാണ് ഈ സംവാദത്തിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്ഷണം ഔദ്യോഗികമല്ല. അപ്പോൾ ഔദ്യോഗികമായി രേഖാമൂലം ക്ഷണം കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് സമ്മതിക്കട്ടെ. ഇതൊരു ചതിയായിപ്പോയി. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ തലയിടം കൊണ്ടുപോയിട്ട് അവനവന് രക്ഷപ്പെടാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനെ തള്ളിയിടുന്ന ഒരു പരിപാടിയായിപ്പോയി. എന്നിട്ടും അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോൾ അത് ഇപ്പോൾ എക്സ്പോസ്ഡ് ആണല്ലോ ആളുകളുടെ മുമ്പിൽ. പിന്നീട് അദ്ദേഹം പറഞ്ഞതായിട്ട്, തീർച്ചയായിട്ടും പിന്നീട് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു, എൻ്റെ രണ്ടാമത്തെ 5 വർഷം കൂട്ടരുത്, എന്നാൽ ഞാൻ ചർച്ചയ്ക്ക് വരാം. ആദ്യത്തെ 5 വർഷം മാത്രം എടുക്കുകയാണെങ്കിൽ ചർച്ചയ്ക്ക് വരാമെന്ന്. ഞാൻ പറഞ്ഞത് ഉപാധികളില്ലാത്ത ചർച്ചയാണ്, ഒരു ഉപാധിയില്ല. അപ്പോൾ 10 വർഷം MLA ആയിരുന്ന ഒരാൾക്ക് 10 വർഷം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറയാൻ ആത്മവിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത്തരം ഒരാളെ ആളുകൾ തിരഞ്ഞെടുക്കുന്നതിൽ എന്താണ് കാര്യം? അപ്പം ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞു, ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. അതിനാണ് സംവാദം. നിങ്ങൾ ചെയ്ത കാര്യം നാട്ടുകാരറിയട്ടെ, അറിയിക്കാനുള്ള അവസരമാണ്. ഞാൻ ചെയ്ത കാര്യം അതും അറിയാനും അറിയിക്കാനുമുള്ള അവസരമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് വിശ്വാസമുണ്ടെങ്കിൽ എന്നെ പൊളിച്ചെടുക്കാൻ കിട്ടുന്നൊരു സുവർണ അവസരം ദയവായി വിനിയോഗിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തോട് അപേക്ഷിക്കരുത്, എന്നെ ഒന്ന് പൊളിച്ചെടുക്കാൻ കിട്ടുന്ന അവസരം ഒന്ന് ദയവായിട്ട് ഉപയോഗിക്കൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം ഇത് വെറുതെ ഉണ്ടാവുന്നതൊന്നുമല്ല. 5 കൊല്ലം എല്ലുമുറിയെ പണിയെടുത്തിട്ടുണ്ടായതാണ്. ഈ മണ്ഡലത്തിലെ കാര്യങ്ങൾ പരിഹരിക്കാൻ അത്ര കഠിനമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസമാണ്. നമ്മളെല്ലാം ഇപ്പോഴും ഇങ്ങനെ നോക്കുകയാണ്, ഈ സംവാദം നടക്കുമോ ഇല്ലയോ എന്ന്. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്തായാലും ഇത് നടക്കുമോ? ഈ സഭയിൽ ഏറ്റവും അവസാനം എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ നമ്മളെല്ലാവരും ഉറ്റുനോക്കി. അപ്പോൾ അടിയന്തര പ്രമേയം പോലും ഇല്ലാണ്ട് പോയവരാണ് ഒളിച്ചോടി എന്ന് പറഞ്ഞ് ഭരണപക്ഷത്തിന് പറയാനുള്ളൊരു അവസരം അവിടെ ഒരുങ്ങുന്നത് കണ്ടു. ഇപ്പോൾ ആ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണോ ഇവിടെ സംവാദം? ഏത് സംവാദത്തിൻ്റെ കാര്യമാണ്? ഇവിടുത്തെ തൃത്താല സംവാദം. തൃത്താല സംവാദത്തിന് ഞാൻ ഗോദയിൽ ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസത്രയായി. ഇന്ന് ഏപ്രിൽ 2-ാം തീയതി, 15-ാം തീയതി വിളിച്ചതാണ്. ഇലക്ഷന് മുമ്പ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നോടല്ല ചോദിക്കേണ്ടത്, ഞാൻ ഗോദയിൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസത്രയായി. അപ്പോൾ അദ്ദേഹമല്ലേ അതിന് മറുപടി പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തന്നെ തമ്മിൽ സംവദിക്കട്ടെ. കാരണം എന്താ പറയുക, അദ്ദേഹത്തിന് 100% ഉറപ്പുണ്ട് പ്രതിപക്ഷ നേതാവ് അത്തരം ഒരു സംവാദത്തിന് മുന്നോട്ട് വരില്ല എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അസംബ്ലിയാണല്ലോ ഏറ്റവും വലിയ പ്രതിപക്ഷ സംവാദത്തിൻ്റെ വേദിയെ ആവേണ്ടത്, അല്ലേ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അവിശ്വാസ പ്രമേയം കൊണ്ടുവരാത്തൊരു പ്രതിപക്ഷം ഗവൺമെൻറ്റിനെതിരെ. കാരണം സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞാൽ സർക്കാരിനെ ഇങ്ങനെ തൊലിയുരിക്കാനും നിർത്തിപ്പൊരിക്കാനുമുള്ള അവസരം. അതിന് പോലുള്ള ആത്മവിശ്വാസം ഇല്ലാത്ത പ്രതിപക്ഷത്തിൻ്റെ നേതാവിനോടാണ് നിങ്ങളൊന്ന് പോയി മുഖ്യമന്ത്രിയോട് സംവദിക്കൂ എന്നാര് പറയുന്നത്? ഇദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷത്തിനും വിശ്വാസമാണ്. പ്രതിപക്ഷത്തിനും വിശ്വാസമാണ്, അതാണ് പ്രത്യേകത. അല്ലെങ്കിൽ ആ വിശ്വാസം കൊണ്ടുവരില്ലേ? ഏതെങ്കിലും ഒരു പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാത്തുണ്ടോ? ഏതെങ്കിലും ഒരു പ്രതിപക്ഷം? കഴിഞ്ഞ വർഷം അവർ ചെയ്തല്ലോ. ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവുമ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നില്ലേ? ആ അനുഭവം കൊണ്ടായിരിക്കും ഇത്തവണ കൊണ്ടുവരാൻ തയ്യാറാവാത്തത്. എന്തായാലും ഇവിടെ വരുമ്പോൾ കാര്യം നടക്കാൻ MBR ആണ് ബെസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു അല്ല, VT ബൽറാം ആണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു അവിടുന്ന് ഒരു പോസ്റ്റർ ഉണ്ട്. പിന്നെ തൃത്താലയെ കുറിച്ച് നോക്കിയാൽ അൻപോട് തൃത്താല, സുസ്ഥിര തൃത്താല, അങ്ങനെ ഒരു പദ്ധതി, എൻലൈറ്റ് തൃത്താല, അങ്ങനെയൊക്കെയുള്ള ക്യാപ്ഷൻസും ഇതും പോസ്റ്റർ ആയാലും ഒക്കെ വളരെ സന്തോഷം നൽകുന്ന പോസ്റ്ററല്ല, കഴിഞ്ഞ 5 കൊല്ലം ചെയ്ത കാര്യമാണ്. അൻപോട് തൃത്താല എന്ന് പറഞ്ഞാൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കിയ സമഗ്രാരോഗ്യ പരിപാടിയാണ്. മാനസികാരോഗ്യം ഉൾപ്പെടെയുള്ള സമഗ്രാരോഗ്യ പരിപാടി. 2 മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പുകൾ ഇവിടെ നടത്തി. കേരളത്തിലെ പ്രമുഖ ആശുപത്രികൾ മുഴുവൻ പങ്കെടുത്തുകൊണ്ട്. അതുപോലെ തന്നെ സുസ്ഥിര തൃത്താല എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ജലസംരക്ഷണം, പ്രകൃതി പരിസ്ഥിതി പുനഃസ്ഥാപനം, കൃഷി പ്രോത്സാഹിപ്പിക്കൽ, ഈ 3 ശുചിത്വം, 4 കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ളതായിരുന്നു സുസ്ഥിര തൃത്താല എന്നത്. അത് റോമിലെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ വരെ അവതരിപ്പിക്കാൻ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടി. അവിടെ അവതരിപ്പിക്കുകയും ചെയ്തതാണ്. പിന്നെ എൻലൈറ്റ് തൃത്താല സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാം 5 വർഷം, അതാണ് ഞാൻ പറഞ്ഞത് എല്ലുമുറിയെ പണിയെടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ പ്രചരണ രംഗത്തും ഒരു മത്സരമാണോ നടക്കുന്നത്? ഈ ക്യാപ്ഷൻ പോലും അങ്ങനെ ആ രീതിയിലുള്ളൊരു മത്സരത്തിലേക്കാണോ? അല്ല,
ഞങ്ങള് ബൽറാം ഇതിനെ PR സ്റ്റണ്ട് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. പിന്നെ ശരിയാണ്. ആ അത് ഞാൻ പിന്നെ പറയാം. വ്യക്തിഹത്യ നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ വെല്ലുവിളിക്കുന്നത് ആത്മവിശ്വാസ കുറവാണെന്നൊക്കെ ബൽറാം പറയുന്നുണ്ട്. അത് ആളുകൾ വിലയിരുത്തട്ടെ. ഒരാൾ സംവാദത്തിന് വരൂ എന്ന് പറയുന്നതാണോ ആത്മവിശ്വാസക്കുറവ്, ഞാൻ സംവാദത്തിന് ഇല്ലേ എന്ന് പറയുന്നതാണോ ആത്മവിശ്വാസക്കുറവ് എന്നുള്ളത് ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കില്ലേ. ആ, അത് പറയട്ടെ. പിന്നെന്തായിരുന്നു പറഞ്ഞത്? PR സ്റ്റണ്ട്. ശരിയാണ്. ഈ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ, 5 കൊല്ലം കൊണ്ട് ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ, നന്നാക്കിയ റോഡുകൾ, അതൊക്കെ PR ആണെങ്കിൽ PR തന്നെയാണ്. ചെയ്തിട്ടാണ് PR ഉണ്ടാവുന്നത്. ചെയ്തതിൻ്റേതാണ്. എൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ PR, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ 5 കൊല്ലം ചെയ്ത പ്രവൃത്തിയാണ് PR. അതിൽ അസൂയപ്പെട്ടിട്ടൊരു കാര്യമില്ല. 10 വർഷം അദ്ദേഹത്തിന് ചെയ്യാനും തെളിയിക്കാനും ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ലല്ലോ. ഇപ്പോഴും അദ്ദേഹത്തിന് അതിന് അവസരം കിട്ടുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. അത് വെച്ചിട്ടല്ലേ ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് കൈവശമുണ്ട്. നോക്ക്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടിച്ചിറക്കിയതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടിച്ചിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് കാണിക്കാൻ ധൈര്യമില്ലാത്തൊരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കും. ഞാൻ പറഞ്ഞുതരാം കണക്ക്. 152 കോടിയാണ് അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ ആകെ വികസനമായിട്ട് പ്രോഗ്രസ് റിപ്പോർട്ടിൽ കാണുന്നത്. 152 കോടി. ഈ 5 വർഷത്തെ 1152.5 കോടിയാണ്. 10 വർഷത്തെ ഇതിൻ്റെ 10 ഇരട്ടിയാണ് 5 വർഷം കൊണ്ട് ചെയ്തത്. അത് തന്നെയാണ് കാര്യം വരാത്തതിൻ്റെ. മന്ത്രിസഭയിൽ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ സഭയിൽ മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ സംസ്ഥാനത്തെ ആകെ സാഹചര്യങ്ങളെ കുറിച്ച് കൂടി നോക്കണമല്ലോ. 3.0 പിണറായി 3.0 എത്രമാത്രം ഭദ്രമാണ്? നോക്കൂ, ഇപ്പോൾ ഞങ്ങൾ ഒരിക്കലും അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചില മാധ്യമങ്ങളുണ്ടല്ലോ. ഒരു കാരണവശാലും ഇപ്പോഴല്ല, എല്ലാ തെരഞ്ഞെടുപ്പിലും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമൊക്കെ അവർക്ക് പോലും ഒരു ഭരണവിരുദ്ധ വികാരം മഷിയിട്ട് നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. സർവേയുടെ മുകളിൽ സർവേ നടത്തുകയാണ്. ഏതെങ്കിലും ഒരു സർവേയിൽ ഭരണവിരുദ്ധ വികാരം കണ്ടെത്താൻ പറ്റുമോ നോക്കിയിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നൊന്നില്ല, മറിച്ച് ഭരണാനുകൂല വികാരമുണ്ട് താനും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറയാം, ഒരു കുടുംബയോഗത്തിൽ ഞാൻ പങ്കെടുക്കുകയാണ്. അപ്പോൾ പ്രായമുള്ള ഒരമ്മ എന്നോട് ചോദിക്കുകയാണ്, കുട്ടിയെ മറ്റൊരൊറ്റ വരുമോ എന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ പേടിക്കണമെന്നും വരില്ല. അല്ല, അവരൊറ്റ വന്നാൽ എൻ്റെ പെൻഷൻ മുടങ്ങില്ല, അതുകൊണ്ടാണ്. ഇതാണ് ജനങ്ങളുടെ ഉള്ളിലുള്ള മനോഭാവം എന്ന് കാണണം. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കൂ, അവർ വരാനും പോകുന്നില്ല, പെൻഷൻ മുടങ്ങാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. പുതിയ മാനിഫെസ്റ്റോ പുറത്തിറങ്ങിയ ദിവസമാണ്. അത് നൽകുന്ന ഒരു ആത്മവിശ്വാസം എത്രമാത്രമാണ്? മാനിഫെസ്റ്റോയ്ക്കൊരു അർത്ഥമുണ്ടെന്നും വാക്കിന് വിലയുണ്ടെന്നും തെളിയിച്ച ഗവൺമെൻറ്റാണിത്. ആദ്യത്തെ വർഷം മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ 600 കാര്യങ്ങൾ പറഞ്ഞു. 570 കാര്യങ്ങൾ ചെയ്തു. 30 ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് വഴി ജനങ്ങളോട് പറഞ്ഞു. 600ൽ 570 ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ജനങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ അനുഭവമാണ്. മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാത്രമുള്ളതാണെന്നും അത് കഴിഞ്ഞാൽ ചവറ്റുകൊട്ടയിൽ എറിയാനുള്ളതാണ് എന്നുമാണല്ലോ UDF പഠിപ്പിച്ചു വെച്ചിരുന്നത്. അവിടെ നിന്നാണ് ഈ മാറ്റം. രണ്ടാമത്തെ തവണ 900 കാര്യങ്ങൾ ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു. അതിൽ നടപ്പാക്കിയത് ഏതൊക്കെയെന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. അപ്പം മാനിഫെസ്റ്റോയ്ക്ക് ഒരു പവിത്രതയുണ്ട് എന്ന് തെളിയിച്ച ഗവൺമെൻറ് വയ്ക്കുന്ന മാനിഫെസ്റ്റോ ആണ്. ഞങ്ങളുടെ പ്രത്യേകത ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്നതാണ്. ചെയ്യണമെന്ന് ഉദ്ദേശമില്ലാത്തവർക്ക് എന്തും പറയാം. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്കറിയാം. ഇവിടെ ഇപ്പോൾ പാലക്കാട് ഡീൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഉയർത്തി, പ്രതിപക്ഷ നേതാവ് ഉയർത്തി. അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് ഓരോ ദിവസവും ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലക്കാടിൻ്റെ മന്ത്രി എന്ന നിലയിൽ കൂടി എങ്ങനെയാണ് ആ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? ഡീലിൻ്റെ DNA UDFൻ്റെതാണ്. UDFൻ്റെ DNAയിലുള്ളതാണ് ഡീൽ. കാരണം കേരള രാഷ്ട്രീയ നിഘണ്ടുവിലേക്ക് കോലീബി എന്ന വാക്ക് സംഭാവന ചെയ്തത് ആരുടെ സംഭാവനയായിരുന്നു? വേറൊരു സംഭാവന UDF കേരളത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു വാക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ നിഘണ്ടുവിന് സംഭാവന ചെയ്തവരാണ്. വടകര ബേപ്പൂർ മോഡൽ ഓർക്കുന്നില്ലേ? കോലീബി സഖ്യം ഇപ്പോൾ മരിച്ചുപോയ KP ഉണ്ണികൃഷ്ണനെ തോൽപ്പിക്കാനും TK ഹംസയെ തോൽപ്പിക്കാനും വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഡീല് അവരുടെ DNAയിലുള്ളതാണ്. ആ DNA അല്ല കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടതുപക്ഷത്തിൻ്റെയും DNA. തൃത്താലയിൽ ഏതെങ്കിലും ഡീലുണ്ടോ? തൃത്താലയിൽ ശക്തമായിട്ട് എല്ലാവരും ശക്തമായിട്ട് മത്സരിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരു ആരോപണമൊന്നുമില്ല. ഇല്ല, ഇവിടെ ഒരു ആരോപണം ഉയർന്നു വരുന്നില്ല. ഇവിടെ വികസനം മാത്രമാണ് ചർച്ചാ വിഷയം. വികസനം എന്ന വിഷയത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. ഇവിടെ സംസ്ഥാനത്ത് ഈ പൂട്ടിപ്പോയ BJP അക്കൗണ്ട് തുറക്കുമോ? അതിന് ഇനി പാലക്കാട് ഒരു കേന്ദ്രമാവുമോ? അതിനുള്ള എന്തെങ്കിലും സാധ്യത? പാലക്കാട് LDF ജയിക്കാൻ പോവാണ്. LDF ആണ് അവിടെ വിജയിക്കാൻ പോകുന്നത്. NMR റസാഖ് എന്ന മിടുക്കനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി
ഞങ്ങൾ പാലക്കാട് പിടിച്ച് ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ്. പാലക്കാട് ഇതിനു മുമ്പ് ജയിച്ചിട്ടുണ്ട് LDF കേട്ടോ, ഒരു തവണയല്ല 2 തവണ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. CM സുന്ദരത്തെ അട്ടിമറിച്ച് ജയിച്ചിട്ടുണ്ട്. O രാജഗോപാലിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും വലിയ തിരക്കിലാണ് MBR നമുക്കൊപ്പം ചേരുന്നത്. തൃത്താല ഹാപ്പിയാണ്, ഇനി ഹാപ്പിയായി തുടരാൻ MBR ഒപ്പം വേണമെന്നതാണ് ഇടത് ക്യാമ്പുകൾ പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കിപ്പം MBRന്റെ ഇളയ മകൾ കൂടി ചേരുകയാണ്. വെക്കേഷൻ അച്ഛന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? അതെ, കഴിഞ്ഞ ദിവസം എത്തിയിട്ടേ ഉള്ളൂ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ? വലിയ കുഴപ്പമില്ലാതെ തന്നെ പോകുന്നു. അച്ഛൻ പറയുന്നത് തൃത്താലക്കാർ ഹാപ്പിയാണോ യഥാർത്ഥത്തിൽ? ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ആണല്ലേ? എങ്ങനെയാ പ്രചരണം? മോള് അച്ഛന്റെ കൂടെ പോകാറുണ്ടോ? എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? വീടുകൾ കയറിയുള്ള പ്രചരണത്തിനൊക്കെ പോയിട്ടുണ്ടോ? അച്ഛന്റെ കൂടെ പോകാൻ സാധിച്ചിട്ടില്ല, അതല്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ, അച്ഛൻ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ, അച്ഛൻ വാഗ്ദാനം പാലിച്ച മന്ത്രിയാണ്, MLA ആണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്താ അഭിമാനം തോന്നും? വളരെ സന്തോഷം തന്നെയാണ്. പിന്നെ സർക്കാരിലും അതുപോലെ തന്നെ അച്ഛനിലൊക്കെ ഉള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെ വിജയിക്കുന്ന തന്നെയാണ് തോന്നുന്നത്. എന്താ പറയാ? അല്ല, എല്ലാരോടുള്ള വിശ്വാസം കൊണ്ട് വിജയിക്കുന്നതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇതൊക്കെ അത് ചിലപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഇങ്ങനെ ഞാൻ ഇവളെ കണ്ട് കുറേ ദിവസമായിരിക്കണം, മാസങ്ങളായിരിക്കണം സത്യത്തിൽ. ഞാൻ കുറേ ആയിട്ട് ഇവിടെ തന്നെയല്ലേ, ഇവള് പരീക്ഷ കഴിഞ്ഞപ്പോൾ വന്നിട്ടേ ഉള്ളൂ. കുറേ മാസങ്ങൾക്ക് ശേഷം ഇന്നാ കാണുന്നത്. ഇനി ഉണ്ടാവോ? ഈ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ പ്രചരണത്തിന്, അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഇറങ്ങോ? ഇലക്ഷൻ ആവുന്ന വരെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. എന്തോ ചെല്ലുന്നിടത്ത് ആളുകളോട് എന്താ പറയുന്നത്? അല്ല, അച്ഛൻ ചെയ്ത കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ നമ്മളായിട്ട് അങ്ങോട്ട് വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ചോദിക്കേണ്ടി പോലും വരുന്നില്ല. അവര് പറയാണ് എന്തായാലും വോട്ട് ചെയ്യും, കാരണം പ്രകടമായ വ്യത്യാസം കാണാനുണ്ടെന്ന് പറയാണ്. മോളുടെ പഠനം ഇപ്പൊ എവിടെ വരെ എത്തി? ഞാൻ 9th കഴിഞ്ഞു. പൊളിറ്റിക്സിലോട്ടൊന്നും ഇറങ്ങാറായില്ല. ചേച്ചി തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുന്നുണ്ടോ? വോട്ട് ചെയ്യാൻ വരും. അമ്മയും ഇറങ്ങുന്നുണ്ട്. ഇല്ല, അമ്മ ഇറങ്ങുന്നില്ല. അമ്മ ഇപ്പൊ എന്നെ സഹായിക്കാൻ വേണ്ടി തൃത്താലയിൽ വന്ന് വീട്ടില് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ സഹായത്തിനായിട്ട് ഇപ്പൊ ഓട്ടമാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ അച്ഛന്റെ പ്രചരണത്തിന് മോളും ഇതുണ്ട്. വീടുകൾ കയറുമ്പോൾ അച്ഛനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം എന്നാണ് പറയുന്നത്. എന്തായാലും MBRന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പ് ഓഫീസിലാണ് നമ്മൾ ഉള്ളത്. വലിയ ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. തൃത്താലയിൽ ഒരു തുടർച്ച, സംസ്ഥാന സർക്കാരിന്റെ തുടർച്ച തന്നെയാണ് LDF പ്രതീക്ഷിക്കുന്നത് തൃത്താലയിൽ. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം MG രേണുക, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.